ഒരാൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം. തൂക്കിക്കൊല്ലണമെന്നല്ല, ചുരുങ്ങിയ പക്ഷം ആ കുറ്റം വീണ്ടും ചെയ്യുമ്പോൾ ഒന്ന് മടിക്കാൻ തക്കതായ ശിക്ഷയെങ്കിലും ആവണം. അല്ല എങ്കിൽ അയാൾ കുറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് സവാദ്. KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശി സവാദിനെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. സമാനമായ കേസിൽ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ സവാദ് അറസ്റ്റിലായിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ച് കഴിഞ്ഞ ജൂൺ 14-ന് സവാദ് മോശമായി പെരുമാറി എന്നാണ് യുവതിയുടെ പരാതി. പെൺകുട്ടി പ്രതികരിച്ചതോടുകൂടി സവാദ് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നു. ശേഷം തമിഴ്നാട്ടിൽ നിന്നാണ് സവാദിനെ പിടികൂടിയത്. സത്യം പറഞ്ഞാൽ സവാദ് ഇപ്പോൾ ഈ കുറ്റം ചെയ്യാൻ കാരണം നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല, നമ്മളിൽ ചിലർ. അങ്ങനെ പറയുന്നതാവും ശരി. 2023-ൽ മറ്റൊരു യുവതിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ സമാന കുറ്റകൃത്യത്തിന് കേസെടുക്കുകയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അന്ന് നെടുമ്പാശ്ശേരി ഭാഗത്ത് വെച്ചായിരുന്നു അതിക്രമം ഉണ്ടായത്. അന്നും പെൺകുട്ടി പ്രതികരിച്ചതോടുകൂടി ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നു. സവാദ് ഓടുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും അന്ന് സവാദിനെ അറസ്റ്റിനേക്കാൾ കേരളം ചർച്ച ചെയ്തത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതിക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ നൽകിയ സ്വീകരണമായിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സവാദിനെ മാലയിട്ടാണ് മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ സ്വീകരിച്ചത്. ഇതന്ന് വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ലൈംഗിക അതിക്രമണത്തിന് ഇരയായ പെൺകുട്ടി മനഃപൂർവ്വം സവാദിനെ കുടിക്കിയത് എന്നായിരുന്നു മെൻസ് അസോസിയേഷന്റെ ആരോപണം. അന്ന് ഇരവാദം കളിച്ച് സമൂഹത്തിന്റെ സഹതാപം നേടിയ സവാദാണ് ഇക്കുറി വീണ്ടും സമാനമായ കേസിൽ പിടിയിലായിരിക്കുന്നത്. സാമൂഹിക നിരീക്ഷകനായ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ. സവാദ് വീണ്ടും അറസ്റ്റിലായതോടുകൂടി അസോസിയേഷനെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. അന്ന് മാലയിട്ട് സ്വീകരിച്ചവരൊക്കെ എവിടെയെന്നാണ് പലരും കളിയാക്കി ചോദിക്കുന്നത്. അന്ന് സവാദ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഒരു അഭിഭാഷകനടക്കം രംഗത്ത് വന്നിരുന്നു. പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ സവാദിനെ അന്ന് സ്വീകരിച്ച ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് എതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അന്ന് അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിച്ചത്. യുവതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ അന്ന് പ്രതികരിച്ചത്. കേസിനെ ഹണി ട്രാപ്പ് എന്നുവരെ അജിത് കുമാർ വിശേഷിപ്പിച്ചിരുന്നു. അധിക്ഷേപ കമന്റുകൾ ഉൾപ്പെടുത്തി പെൺകുട്ടിയുടെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സവാദിന്റെ സ്വീകരണം വാർത്തയായിട്ടുണ്ടായിരുന്നു. മെൻസ് അസോസിയേഷനെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വറിനെതിരെയും വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനിയിപ്പോൾ എന്താണ് മെൻസ് അസോസിയേഷൻ നിയമന്മാർക്ക് പറയാനുള്ളത്? ഇനിയിപ്പോൾ പൂമാല വേണ്ട, പാലഭിഷേകമായിക്കോട്ടെ. അതാവുമ്പോൾ അതൊരു മികച്ച സപ്പോർട്ടായി കണ്ടുകൊണ്ട് അടുത്ത പ്രാവശ്യം സവാദിന് സൂക്കേടിളകുമ്പോൾ കുറച്ചുകൂടി കേമമായ രീതിയിൽ ആക്രമിക്കാമല്ലോ.